ഗൈസ് അപ്പം നമ്മൾ വണ്ടറിലേക്ക് പോവാണ് കേട്ടോ. നാളെ നമ്മൾ 7:30 ആകുമ്പോൾ പോകും. നമ്മൾ ജിമ്മിൽ നിന്നാണ് പോണത്. നമ്മുടെ ജിമ്മ് ഒരു രക്ഷയില്ലാത്ത ജിമ്മാണ്. നമ്മളെ എല്ലാ സ്ഥലത്തേക്കും ചേച്ചി കൊണ്ടുപോകും. അപ്പം നമുക്ക് ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. അതന്നെ തോർത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാലെണ്ണ ഡ്രസ്സ് ഇടാൻ ആയിട്ട് കവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഈ ഒരു പാൻറ്റും ഈ ഒരു ജേഴ്സിയാണ് കേട്ടോ. രാവിലെ 7:30 ആകുമ്പോഴാണ് പോട്ടാ. ബാഗിലാട്ടോ നമ്മൾ സാധനം കൊണ്ടുപോകണം. 2 ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്തൊരു സംഭവം വാങ്ങിയത് കാണിച്ചു തരാം. നമ്മൾ പുതിയൊരു കണ്ണാടി വാങ്ങി കേട്ടോ. ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ടത് കാണാം. കണ്ടോ, നല്ല രസമാണ്. നോക്കി കണ്ടോ. ഇത് ഞാൻ ഇന്ന് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ കണ്ണട. ഇത് അടിപൊളി സംഭവമാണ്. 200 താഴെയുള്ള റേറ്റ്, പക്ഷെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫേസ് സ്കാനർ, ലിപ്സ്റ്റിക്കും, ഒരു ഐലൈനറും, ഒരു ലിപ് ബാമും. ഇതാണ് പിന്നെ വയ്ക്കണം. ഒരു മുറുക്കും പിന്നെ ഒരു കോയിലെ പോലത്തെ സാധനം. ഓക്കെ, അങ്ങനെ കുറച്ച് ക്യാഷുകൾ വെക്കുന്നുണ്ട്. പിന്നെ ഒക്കെ ഗൂഗിൾ പേ ആണല്ലോ നമുക്ക്. ഒരു സ്പെക്സും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ സൺസ്ക്രീനാണ് കേട്ടോ വെക്കണേ. പവർ ബാങ്ക് വെക്കണം. നമ്മൾ ബാഗ് സെറ്റായി ഗൈസ്. ഇനി അടുത്ത വിശേഷം നാളെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റെഡി ആയിട്ട് കണ്ടോ 7 മണി കഴിഞ്ഞിട്ടോ. നമ്മൾ വണ്ടറിലേക്ക് പോവാണ് ഗൈസ്. വണ്ടറിൽ പോയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണിച്ചു തരാം. ദോശയാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുവിടുക. എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, എന്നാലും നല്ല ക്രിസ്പി ദോശ അമ്മ ഉണ്ടാക്കിയെന്നപ്പം ഞാൻ അതിൽ നിന്ന് എന്തൊക്കെ കുറച്ച് കഴിച്ചു. അപ്പോഴാണ് ഈ മുടി നമ്മൾ സമ്മതിക്കണില്ല കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. ട്രിപ്പ് പോവാണ്. നടക്കണ്ട, എൻ്റെ ബാഗ് എൻ്റെ കയ്യിലുണ്ട്. അവളുടെ ബാഗ് അവിടെ കാണാം. കയറി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഓണായിട്ടാണ്. അപ്പം നമ്മൾ ഡാൻസൊക്കെ കളിച്ചിട്ടായിരുന്നു ഫസ്റ്റ് പോകേണ്ടത്. പിന്നെ കുറച്ച് നേരം ഞാനവിടെ ഇരുന്നു. പിന്നെയാണ് ഞാനും ഡാൻസ് കളിക്കാൻ പോയത്. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതേ സ്ഥലം എത്താറായിന്ന് അറിഞ്ഞു കേട്ടോ. കാരണം വെച്ചാൽ ഇതേ അവിടെ നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാം. പിന്നെ വണ്ടർലേ ആണല്ലോ, ഭയങ്കര തിരക്കുണ്ടാവും. പിന്നെ നമ്മുടെ വുമൻസ് ഡേയുടെ ഒന്നും കൂടിയല്ലേ നമ്മൾ പോയത്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബാൻഡ് തന്നു. നമുക്ക് ലോക്കറിൽ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു ബാൻഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ലോക്കറിൽ തുറന്നു വരും. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ റൈഡിൽ കയറാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഈ ഒരു റൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൈഡിക്ക് കയറായിട്ട് എല്ലാവരും കൂടി ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ക്യൂ നിന്നിട്ട് നമ്മളിതേ കയറി ഇരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓളി കഴിഞ്ഞ ഇവിടെ നിർത്തി ഇനിയിടുവോ? ചിഞ്ചു ചേച്ചി അവിടെ ഹിര എന്നൊക്കെ വിളിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വൈബാക്കാൻ വേണ്ടി നമ്മൾ കാർ ഓടിക്കാനായിട്ട് കയറിയിരുന്നു. കാർ ഓടിക്കാൻ അറിയൊന്നുമില്ല, എന്നാലും നമ്മളെന്ത് പറപ്പിച്ച് വിടുക. കാർ ഓടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതേ ഒരു വട്ടിൽ കയറിയിരുന്നു കേട്ടോ. ഒരു കപ്പൊക്കെ സംഭവം. അതിൽ കയറിയപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായി ഒന്ന് തല ഇങ്ങനെ കറങ്ങണ പോലെ തോന്നുന്നു. ചേച്ചിക്കായിരുന്നു കേട്ടോ. ചേച്ചി കിടന്ന് ഓളിയിടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അയ്യോ നിർത്ത് എൻ്റെ അമ്മേന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ പറയാൻ ഇതൊരു സ്പീഡൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിക്ക് പോയൊരു സാധനത്തേക്ക് കയറി. എൻ്റെ മോനെ അതൊരു രക്ഷയില്ലാത്ത സാധനമായിരുന്നിട്ട്. എല്ലാവരും ഒന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. കാരണം അതിൽ കയറി ഇരുന്നാൽ നമ്മൾ ലോകം മൊത്തം കാണാൻ പറ്റുള്ളൂ, ഫുള്ള് കാണാം. എയർപോർട്ട് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടി അതിൽ കയറിയിരുന്നു. അവിടെ നിന്ന് ഓളിയിടായിരുന്നു. കുറച്ച് താഴത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഓളിയിടുന്നത്. ഏറ്റവും മുകളിലെത്തിപ്പോൾ കണ്ടില്ലേ, എല്ലാം കാണാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടർലയിൽ ഫുൾ റൈഡോളും കാണാൻ പറ്റും കേട്ടോ.
പിന്നെ അത് മെല്ലെ മെല്ലെ നമുക്കിങ്ങനെ താഴ്ത്തി ഇറക്കുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു തവളയുടെ സാധനം ഇങ്ങനെ ചാടി ചാടി പോവാന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് താഴ്ചപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ അടുത്ത റൈഡിൽ കയറാനായിട്ട് പോയിട്ടാ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും നമ്മൾ കയറിയിട്ടുണ്ട്. എന്നാലും നമ്മൾ കയറാത്ത റൈഡുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതേ എല്ലാ റൈഡിലും കയറി നമ്മുടെ ക്ഷീണം നടക്കാനായിട്ട് നമ്മൾ എനർജി കയറ്റണമല്ലോ. അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അടുത്ത റൈഡിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഫുഡ് കഴിക്കാൻ പോയത് നമ്മൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കണമല്ലോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടെന്നില്ല. ഫോണില്ലാത്ത കാരണം നമുക്ക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. വെള്ളത്തിൽ കളിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ദേ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ദേ നമ്മളവിടെ ഫുള്ളായിട്ട് മാല ബൾബും നല്ല കളർഫുള്ളാക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. വുമൻസ് ഡേ ആയതുകൊണ്ടാണോ അതോ ഇനി എന്നും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ 7:13 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. വണ്ടർലയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോയി നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നല്ല റൈഡുകളും വാട്ടർ റൈഡായാലും അഡ്വഞ്ചർ റൈഡായാലും എല്ലാതും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഹോർലിക്സ് കുടിച്ചു. അതിനുശേഷം ഞാൻ കഴിച്ചത് കൊത്തു പൊറോട്ട ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചത് കൊത്തു പൊറോട്ട കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂരെത്തി. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മളിതാ വീട്ടിലേക്ക് വന്ന് തലയൊക്കെ കുളിച്ച് സെറ്റാക്കിയിട്ടാണ്. അപ്പം ട്രിപ്പ് അടിപൊളിയായിരുന്നു. നല്ല എല്ലാവരും പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെല്ലാതും എൻജോയ് ചെയ്തു. എല്ലാ റൈഡിലും കയറി. അതന്നെ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ.